ശ്രീനാരായണ ഗുരുവിനെ ചില സമുദായ സംഘടനകൾ പ്രത്യേക ചട്ടക്കൂട്ടിൽ ഒതുക്കുന്നതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഗുരുദേവ പ്രസ്ഥാനങ്ങളിൽ ചിലർ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതായി മന്ത്രി പറഞ്ഞു. ആരോപണങ്ങൾ ഉയരുമ്പോൾ മന്ത്രിമാർ രാജിവെക്കുന്നത് മോശം പ്രവണത സൃഷ്ടിക്കുന്നുവെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി. EP ജയരാജന്റെ രാജി ഗുണകരമായത് പ്രതിപക്ഷത്തിനാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. ഗുരുദേവ ദർശനങ്ങൾ സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ ചില ഹൈന്ദവ സമുദായ സംഘടനകൾ ഗുരുവിനെ ചില ചട്ടക്കൂടിൽ നിർത്താൻ ശ്രമിക്കുന്നതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഇതിനെതിരെയുള്ള വിധിയെഴുത്താണ് പിണറായി സർക്കാരിന്റെ വിജയമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഗുരു മുന്നോട്ട് വെച്ച മൂല്യങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നമുക്ക് ചുറ്റും ഇന്ന് നടക്കുന്നുണ്ട്. ഗുരുവിന്റെ മാനവികാധിഷ്ഠിതമായ മതേതര ആത്മീയതയെ ഹിന്ദുത്വത്തിന്റെ ചട്ടക്കൂടിൽ തളച്ചിടാനുള്ള നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വേദിയിലിരുത്തിയായിരുന്നു മന്ത്രിയുടെ പരോക്ഷ വിമർശനം. വ്യാവസായിക വകുപ്പ് മന്ത്രി EP ജയരാജനെ മുഖ്യമന്ത്രിയും പാർട്ടിയും കൈവിട്ടത് ശരിയായില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ തിരിച്ചടിച്ചു. മന്ത്രിമാരുടെ രാജി തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിച്ചുവെന്നും ഇതിലൂടെ ലാഭം നേടിയത് പ്രതിപക്ഷമാണെന്നും രമേശ് ചെന്നിത്തലയുടെ ഗ്രാഫ് ഉയർന്നുവെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. അതിന്റെ ഗുണമാർക്ക് കിട്ടി. ഇന്നലെ വരെ പ്രതിപക്ഷത്ത് ആരുമില്ലായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ ഗ്രാഫ് ഉയർന്നു എന്നുള്ളതാണ്. ഒരു മന്ത്രി താഴെയിറക്കാൻ അവർക്ക് സാധിച്ചതോടുകൂടി അവർക്ക് ഗ്രാഫ് ഉയർന്നു. മൈക്രോ ഫിനാൻസ് കേസിൽ തന്നെ പലരും വേട്ടയാടി. എന്നാൽ സാധുക്കൾക്ക് എത്ര കോടി വേണമെങ്കിലും കൊടുക്കാൻ താൻ തയ്യാറാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തിരുവനന്തപുരത്ത് SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഡോക്ടർ പൽപ്പു ജന്മദിനാഘോഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും വെള്ളാപ്പള്ളി നടേശനും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.